ഹായ് ഫ്രണ്ട്സ്, ഞങ്ങളാണ് കേട്ടോ റൂബിയും ചേട്ടനും. അപ്പം റൂബീസ് യൂണിക് ടേസ്റ്റിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്ന ഒരു ഈസി ആയിട്ട് കുക്കറിൽ ഉണ്ടാക്കുന്ന ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ്. അപ്പം ചിക്കൻ കറിയുടെ റെസിപ്പിയിലോട്ട് നമുക്ക് നേരെ ഡയറക്റ്റ് പോയേക്കാം. അതിനുവേണ്ടി ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു 2 കിലോ ചിക്കൻ ഇവിടെ കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അതുകൂടാതെ 2 ഉരുളക്കിഴങ്ങ്, ഒരു 3 ടൊമാറ്റോ, കുറച്ച് മല്ലിയില, ചെറുതായിട്ട് ചോപ്സ് ചെയ്ത് വെച്ചേക്കുന്ന നമ്മുടെ 4 സബോള, അതുകൂടാതെ ഒരു പീസ് ഇഞ്ചിൻ്റെ ഒരു ചുള വെളുത്തുള്ളി. ഇത്രയുമാണ് വേണ്ടത്. ചൂടായി വന്നിരിക്കുന്ന നമ്മുടെ കുക്കറിലോട്ട് എണ്ണ ഒഴിച്ച് സ്പൈസസുകളായിട്ടുള്ള ഏലക്ക, ഗ്രാമ്പൂ, പട്ട ഇവയെല്ലാം ഇട്ട് നല്ലതായിട്ടൊന്ന് മൂപ്പിക്കുക. കൂടാതെ കടുകും കൂടെ ഇട്ട് പൊട്ടിക്കുക. നല്ലതായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്ക് അതിലോട്ട് നമുക്ക് നമ്മുടെ സബോള ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സബോള, ഇഞ്ചി പേസ്റ്റ് ഇതെല്ലാം ഇട്ട് കൊടുക്കുക. അത് മൂത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മുടെ തക്കാളിക്കായും മല്ലിയിലയും കൂടെ ഒന്ന് അരച്ചുകൊണ്ട് വരണം. അത് അരച്ചുകൊണ്ട് ഞാനിവിടെ വന്നിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമ്മുടെ സബോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഇവിടെ നല്ലതായിട്ട് മൂത്ത് നല്ല ഗോൾഡൻ കളറായിരുന്നു. ഇതിലോട്ട് നമുക്ക് നമ്മുടെ ടൊമാറ്റോ പ്യൂരി ഇട്ട് കൊടുക്കണം. അതുകൂടാതെ നമുക്ക് നമ്മുടെ കറിയിലോട്ട് വേണ്ടത് ഒരു 5-8 കാഷ്നട്ടും അതുകൂടാതെ കസ്കസുമാണ്. അപ്പം കാഷ്നട്ട് ഞാനിവിടെ വെള്ളം കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. കൂടാതെ നമ്മുടെ കസ്കസും ഇവിടെ അടിച്ച് വെച്ചിട്ടുണ്ട്. അത് രണ്ടും കൂടെ ഒന്ന് അരച്ചുകൊണ്ട് വരണം മിക്സിയിൽ നല്ലപോലെ. അപ്പം അത് അരച്ചുകൊണ്ട് ഞാനിവിടെ വന്നിട്ടുണ്ട്. അത് മാറ്റി വയ്ക്കുക. അരച്ചുകൊണ്ട് വന്നിട്ട് അത് നേരപ്പോഴത്തേക്ക് നമുക്കതിന് ആവശ്യമുള്ള നമ്മുടെ മസാല എടുക്കാം. മസാലയ്ക്ക് വേണ്ടി 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. കൂടാതെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ നോർമൽ മുളക് പൊടി, ഗരം മസാല 1 ടീസ്പൂൺ, നമ്മുടെ കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ. അതുകൂടാതെ നമുക്ക് നമ്മുടെ കാശ്മീരി മിർച്ചി പൗഡർ വേണം. അത് ഒരു 1.5 ടീസ്പൂൺ. ഇതാണ് നമുക്കിവിടെ വേണ്ട മസാലക്കൂട്ട്. അപ്പം നല്ലതായിട്ട് മൂത്ത് വന്നിരിക്കുന്നതിലോട്ട് ഞാൻ നമ്മുടെ സവോളയും നമ്മുടെ ഉരുളക്കിഴങ്ങും കണ്ടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ലതായിട്ട് മൂത്ത് വന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മസാല ഇവിടെ നമ്മളിട്ട് മൂപ്പിക്കണം. അപ്പം മൂപ്പിക്കാൻ വേണ്ടി മസാല എടുത്ത് വയ്ക്കുന്നതിന് മുമ്പ് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന മസാലയിലോട്ട് നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ച് അതിനെ ഒന്ന് കുതിർക്കാൻ വെക്കണം കുറച്ച് നേരത്തേക്ക്. ഇവിടെ നമ്മുടെ കാഷ്നട്ട് അരച്ച ആ വെള്ളം ബാക്കി ഉണ്ടായിരുന്നു. അത് ഞാൻ ഇതിലോട്ട് ഇട്ടു അതിനെ ഒന്ന് കുതിർക്കാൻ വയ്ക്കുന്നുണ്ട്. അതൊന്ന് കുതിർത്ത് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. അപ്പോഴത്തേക്കും നമ്മുടെ സവോളയും ഇതിൻ്റെ എല്ലാ പ്യൂരിയും എല്ലാം കൂടെ നല്ലതായിട്ട് ഇവിടെ ആയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് അതിൽ നിന്നുള്ള എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല മൂത്ത് പരുവത്തിൽ വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് നമ്മുടെ മസാല കൂട്ടുകൾ ഇട്ട് കൊടുക്കണം. കുതിർത്ത് വെച്ചിരിക്കുന്ന അത് നല്ലതായിട്ട് മൊത്തമായിട്ട് ഇട്ട് കൊടുത്ത് അതിനെ നല്ലതായിട്ട് കറിയുടെ മിക്സിലോട്ട് യോജിപ്പിക്കണം. കണ്ടല്ലോ. അപ്പം ഇനിയും നല്ലതായിട്ട് അതിൽ നിന്നും എണ്ണ ഇറങ്ങണം. അതുവരെ നല്ലതായിട്ട് കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. കണ്ടല്ലോ, നമ്മുടെ കറിയുടെ ഇവിടെ നല്ലതായിട്ട് പാകമായി വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ കറിയുടെ ഗ്രേവി നല്ലതായിട്ട് പാകമായി കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇതിലോട്ട് നമുക്ക് നമ്മുടെ ഇറച്ചി കഷ്ണങ്ങൾ, വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങളെ ഇട്ട് കൊടുക്കണം. ചിക്കൻ കഷ്ണങ്ങളെ മൊത്തമായിട്ട് ഞാനങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ കഷ്ണങ്ങൾ ഇട്ട് കഴിഞ്ഞ് നമ്മുടെ അരപ്പിലോട്ട് ചിക്കൻ കഷ്ണങ്ങളിലേക്ക് അരപ്പ് നല്ലതായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. നല്ലതായിട്ട് എല്ലാ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും നമ്മുടെ അരപ്പ് നല്ലതായിട്ട് പിടിച്ചിരിക്കണം, അല്ലെങ്കിൽ വെളുത്തിരിക്കും കറി. അപ്പം അത് ചിക്കൻ്റെ കളറൊന്ന് മാറുന്നവരെ നമുക്കതൊന്ന് നല്ലതായിട്ട് ഇളക്കി കൊടുത്ത് അതൊന്ന് മൂടി വയ്ക്കുക. മൂടി വെച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കത് നല്ലതായിട്ട് അതിൻ്റെ ആ പിങ്ക് കളറെല്ലാം മാറി ഒരു വെള്ള കളറിലായിട്ട് നമുക്ക് നമ്മുടെ ചിക്കനെ കിട്ടും. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് നല്ലതായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. കുക്കറിലായതുകൊണ്ട് അധികം സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ കുക്കറിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ലാസ്റ്റ് പരിപാടിക്ക് വേണ്ടിയുള്ള നമ്മുടെ കസ്തൂരി മേത്തിയും ഇതും കൂടെ ഞാനൊരു പാത്രത്തിന് മുകളിലോട്ട് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്.
അപ്പോഴത്തേക്ക് ഇത് കറി ഇവിടെ ശരിയായി വന്നിട്ടുമ്പോഴത്തേക്കും അതിൻ്റെ ഏറ്റവും ലാസ്റ്റായിട്ട് ഞാൻ അതിലോട്ട് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 ടീസ്പൂൺ ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിക്ക് വേണ്ടി, മൊത്തം കറിക്ക് വേണ്ടി. ഇടയ്ക്കൊന്നും നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തില്ലായിരുന്നു, ഇപ്പോഴാണ് ഇട്ട് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അത്രയും. നിങ്ങൾ സബോളയൊക്കെ വഴറ്റാൻ വേണ്ടി ഉപ്പിട്ട് കൊടുക്കുകയാണെങ്കിൽ അത്രയും നോക്കിയിട്ടേ ഉപ്പിട്ട് കൊടുക്കാവുള്ളൂ. അപ്പം നമ്മുടെ കറി നമ്മുടെ മസാലയൊക്കെ ചിക്കൻ കഷ്ണങ്ങളിൽ നല്ലതായിട്ട് പിടിച്ചു. അപ്പോൾ അതിലോട്ട് നമ്മൾ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന നമ്മളവിടെ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കാഷ്നട്ടിൻ്റെയും കസ്കസിൻ്റെയും മിക്സ്ചർ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നല്ലതായിട്ട് അതങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഇച്ചിരി വെള്ളം കൂടെ ഇട്ട് നല്ലതായിട്ട് അതങ്ങ് ഒഴിച്ചു കൊടുത്ത് നല്ലതായിട്ട് ഇളക്കി വയ്ക്കുക. അത് കൂട്ടത്തിൽ ഉണ്ടല്ലോ. അപ്പോൾ അത് നല്ലതായിട്ട് ഇളക്കിയിട്ട് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് കറി തിളയ്ക്കാൻ വെക്കണം. അത് നല്ലതായിട്ട് തേച്ച് നല്ലതായിട്ട് അതിൽ നമ്മുടെ ചിക്കൻ കഷ്ണങ്ങളിലോട്ട് നമ്മുടെ കാഷ്നട്ടിൻ്റെയൊക്കെ കാഷ്നട്ട് അരച്ചുകൊണ്ട് വന്നിരിക്കുന്നത് നല്ലതായിട്ട് തേച്ച് വെച്ച് കൊടുക്കുക. കൂടാതെ നമ്മൾ ഉണക്കാൻ വെച്ചിരുന്ന നമ്മുടെ കസ്തൂരി മേത്തിയും നമ്മുടെ മല്ലിയിലയും കൂടെ നല്ലതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടെ ചേർത്ത് അതിൻ്റെ മുകളിലോട്ട് ചിക്കൻ കറിയുടെ മുകളിലോട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം. ചിക്കൻ കറിയുടെ മുകളിലോട്ട് ഞാനത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ലതായിട്ട് എന്നിട്ട് നമ്മുടെ അരപ്പിൽ ഗ്രേവിയിലോട്ട് തന്നെ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ ഗ്രേവി ചിക്കനിൽ നിന്ന് ഇറങ്ങുന്ന ഗ്രേവിയിലോട്ട് തന്നെ നമുക്കതിനെ ഒന്ന് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് നമുക്ക് കുക്കർ അടച്ച് വെക്കണം. നമ്മുടെ പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുക്കർ അടച്ച് വെച്ച് ഒരു വിസിൽ വന്നു കഴിയുമ്പോൾ 10 വിസിൽ വന്നു കഴിഞ്ഞിട്ട് സിമ്മേൽ വെച്ചൊരു 10 മിനിറ്റ് നേരം അതിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോഴത്തേക്കും 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ചിക്കൻ കറി നല്ലതായിട്ട് വെന്തിരിക്കും. ആദ്യം വേവില്ലാത്ത ചിക്കൻ ആയതുകൊണ്ട് പെട്ടെന്ന് ചിക്കൻ വെന്ത് കിട്ടി. അപ്പം ഇത് നമുക്കിനി ഇതിനൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു വിസിൽ വരുന്നവരെ നോക്കാം. ഒരു വിസിൽ വന്നു കഴിഞ്ഞ് 10 മിനിറ്റിൻ്റെ ആവശ്യം എടുത്തുള്ളൂ സിമ്മിലിരുന്ന്. അപ്പോൾ ഇവിടെ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ട് ബിഗിനേഴ്സിനൊക്കെ വെക്കാൻ എളുപ്പമായിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുമല്ലോ. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത് നമുക്ക് സെർവിങ് ഡിഷിലോട്ട് സെർവ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമ്മുടെ ചിക്കൻ കറി, ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക. എൻ്റെ വീഡിയോസൊക്കെ കാണുക, ലൈക്സ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ശരി, വേറൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.